ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിഡ്സ് ഫ്രോക്കാണ്. ഫുൾ അംബർല ഫ്രോക്കാണ് ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു മെറ്റീരിയലാണ് മെയിൻ ഫാബ്രിക് എടുത്തിരിക്കുന്നത്. ഇതിന് തന്നെ നമുക്ക് ലൈനിങ് മെറ്റീരിയലും കോട്ടൻ്റെ ലൈനിങ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു കോട്ടൺ മിക്സ് ഒരു ഫാബ്രിക്കാണ്. കണ്ടാൽ കോട്ടൺ പോലെ ഇരിക്കും, പക്ഷേ പോളിസ്റ്റർ മിക്സ് ആണെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് സ്കർട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഈ സ്കർട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കിതുപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമുക്കിതിന് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഒരു ബുക്കിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്കെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് ചെയ്യാം. നമുക്കതിൽ ചെയ്യാനുള്ള ഡീറ്റെയിലിങ് കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും. സ്കർട്ടിൻ്റെ വേസ്റ്റ് വരുന്നത് 7 ഇഞ്ചസ് ആണ്. പ്ലസ് 1 ഇഞ്ചസ് നമ്മൾ അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 8 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 8 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മുകളിൽ നിന്ന് ആ 8 ഇഞ്ചസ് എത്ര ഇഞ്ചസാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു 7 ഇഞ്ചസ് കിട്ടി. ആ 7 ഇഞ്ചസിനെ ഇതുപോലെ നമുക്ക് റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം അലവൻസും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ആ ഒരു പോർഷനിൽ വെച്ച് താഴേക്ക് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 26 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. 26 ഇഞ്ചസ് ഫുൾ ലെങ്ത് ആണ്. 4 to 5 വയസ്സായ കുഞ്ഞിനുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഫുൾ, അതായത് നമ്മുടെ ചെരുപ്പിൻ്റെ അത്രയും ലെങ്ത് വരുന്ന ഫ്രോക്കാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 26 ഇഞ്ചസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചസ് അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ബോട്ടം പോർഷനിൽ ഒരു സൈഡിൽ നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാലൻസ് പീസിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിലത്തെ പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസ് നമുക്ക് ലെങ്ത് വരുന്നത് 5 ഇഞ്ചസ് കുറച്ചിട്ട് നമുക്ക് ലെങ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ലൈനിങ് പീസാണ് ഫസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 9 ഇഞ്ചസ് ലെങ്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ 5 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അതുപോലെ ആം ഹോളും 5 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. നെക്ക് വിട്ട് 2 ഇഞ്ചസ് ആണ്. ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചസ്, ബാക്ക് നെക്ക് 2 ഇഞ്ചസ്. നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 7 ഇഞ്ചസ് ആണ്. 7 ഇഞ്ചസ് പ്ലസ് 1 ഇഞ്ചസ് 8 ഇഞ്ചസ് ആണ് നമ്മൾ അലവൻസോട് കൂടി 8 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് 7.5 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ആം ഹോൾ ഫിനിഷ് ചെയ്യാം. ആം ഹോൾ, ബാക്ക് ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ നമുക്ക് കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നെക്കിൽ 1/4 ഇഞ്ച് ഇതുപോലെ അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിലും ആം ഹോളിലും 1/2 ഇഞ്ചസ് നമുക്ക് അലവൻസ് കൊടുക്കാം. നമുക്ക് ഇനി സൈഡ് പോർഷനിൽ നമ്മൾ 1 ഇഞ്ചസ് നമുക്ക് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് എടുത്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെയിൻ പീസിൽ വരച്ചു കൊടുക്കാം. ഫ്രണ്ട് പീസിൽ മാത്രം വരച്ചാൽ മതി കേട്ടോ. ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് നമുക്കിനി ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഹൂപ്പ്, ട്രിമ്മർ, അതുപോലെ നമുക്ക് ചെയ്യേണ്ട ബീഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കട്ട് ബീഡ്സും ഗ്രീൻ കളർ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ബീഡ്സിൻ്റെ 11 നമ്പർ നീഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആരി വർക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആരി വർക്കും ചെയ്യുന്നുണ്ട്, നീഡിൽ വർക്കും ചെയ്യുന്നുണ്ട്, ഹാൻഡ് വർക്കും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ 2 വർക്കും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരി വർക്ക് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അതുപോലെ ആരി നീഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ബീഡ്സ് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് ബീഡ്സ് ലോഡ് ചെയ്യുന്ന ആരി നീഡിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ നോർമൽ സൂചിയില്ലേ അത് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു നെക്കാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. കാന്ത വിത്ത് ബീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിച്ചുണ്ട്. ആ ഒരു സ്റ്റിച്ചാണ് ആരി വർക്കിലെ സ്റ്റിച്ചാണ്. ആ ഒരു സ്റ്റിച്ചാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സാരി ത്രെഡിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും നോർമൽ ചെയിൻ സ്റ്റിച്ച് തന്നെ, അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുന്നതാണ് ഡബിൾ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ പോർഷനിൽ ജസ്റ്റ് നമുക്ക് ഇതുപോലൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാം. കാന്ത വിത്ത് ബീഡ്സ് എന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ബീഡ്സ് എല്ലാം, കട്ട് ബീഡ്സ് എല്ലാം കൂടി ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിന് ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാന്ത വിത്ത് ബീഡ്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ചോക്ക് വെച്ചിട്ട് വരയ്ക്കുന്ന കണ്ടില്ലേ, അതുപോലെ നമുക്ക് ലൈൻസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ സൂചി നൂലും എടുത്തിട്ട് അതിൽ സൂചിയിൽ നമുക്ക് ഈ ഒരു ബീഡ്സൊക്കെ കോർത്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. സിക്സാഗ് പോലെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആ ഒരു എൻഡിലും നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഇതുപോലെ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഈ ഒരു ബീഡ്സ് എല്ലാം ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ബീഡ്സ് കോർത്തെടുക്കാം. ഞാനൊരു 5 ബീഡ്സ് വെച്ചിട്ട് മിക്സഡ് ആയിട്ടാണ് കേട്ടോ ഇത് കോർക്കുന്നത്. വൈറ്റും ഗ്രീനും അങ്ങനെ മിക്സായിട്ട് കോർത്തിട്ട് 5 ബീഡ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഡ്സ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 സൈഡും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഇടയ്ക്ക് ഇതുപോലെ ബീഡ്സ് പൊങ്ങി നിൽക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഗം ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ട്രയാങ്കിളിൽ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് താഴേക്ക് റാൻഡായിട്ട് ജസ്റ്റ് മിറർ വർക്കും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിറേഴ്സ് ജസ്റ്റ് സ്കാറ്റേർഡായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹാൻഡ് വർക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് ബീഡ്സൊക്കെ ലൂസായിട്ടിരിക്കും, അല്ലെങ്കിൽ ലൂസായിട്ടിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിഗിനേഴ്സിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകു വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ത്രെഡ് കാണൂലേ, ആ നൂല് കാണുന്ന വശത്ത് ഗം ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ നമ്മളെ കയ്യിൽ ഗം വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ആ ത്രെഡ് ഇതുപോലെ ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബീഡ്സ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇത് അങ്ങ് മാറിക്കിട്ടും. അതുപോലെ ബീഡ്സിൻ്റെ അടിവശത്ത് നമുക്കിതുപോലെ ഗമ്മൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ജോയിൻറ്റ് പീസില്ലേ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്കർട്ടിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കർട്ടിൽ പിന്നെ നമുക്ക് ലൈനിങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് യോക്ക് പാർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ബാക്ക് പീസ് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൽ നമ്മൾ ആരി സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു ബോർഡറിൽ ഇതുപോലെ സിംഗിൾ പ്രഷർ ഫൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈനിങ്ങിൽ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്, നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസ് നോർമലി ചെയ്യുന്ന പോലെ 4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ടിട്ട് മറിച്ചിട്ട് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിലൂടെ ഒരു കട്ടിങ് കൊടുക്കാം, സിബ് വയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ സിബാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇൻവിസിബിൾ സീമാണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച്, ഈ ഒരു സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ലൈനിങ്ങിനകത്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഫൂട്ട് വെച്ചിട്ട് സിംഗിൾ ഫൂട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ലൈനിങ് ഇതുപോലെ പിടിച്ചിട്ട് സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 13 ഇഞ്ചസ് ആണ്. സ്ലീവിൻ്റെ വിഡ്ത്ത് നമ്മളിപ്പം ഷോൾഡറിനും ആം ഹോളിനും 5 ഇഞ്ചസ് ആണല്ലോ എടുത്തത്, പ്ലസ് 2 ഇഞ്ചസ് പിന്നെ നമുക്ക് അലവൻസും കൂടെ, അങ്ങനെ 7.5 ഇഞ്ചസ് നമ്മൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാപ് ഹൈറ്റ് വന്നിട്ട് 1.5 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബോട്ടം റൗണ്ട് വരുന്നത് 4 ഇഞ്ചസ് ആണ്. ഇനി നമുക്കിതിൽ ഇതിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനിൽ സ്കർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അംബർല ഗൗൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഫസ്റ്റ് ഒരു മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ പോർഷനിൽ ഞാനിവിടെ വള്ളിയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ പോർഷനിൽ വള്ളിയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ദുപ്പട്ടയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. 1.5 മീറ്റർ ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.